എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ അവിടെ സുഖമായിട്ട് പോണ്. അപ്പം നമ്മൾ റമദാനിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടോ നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഫുൾ ആയിട്ടൊന്ന് വാച്ച് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യം തന്നെ ലൈക്ക് അടിച്ചും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പുതിയ കൂട്ടുകാരാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്ന് നമ്മളെ സ്പെഷ്യൽ എന്ന് പറയാൻ ഇന്ന് പുട്ടും ചിക്കൻ കറിയൊക്കെയാണ് കേട്ടോ. പിന്നെ പപ്പടം ഉണ്ട്. പുട്ടും പപ്പടമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാക്കൂന്. അപ്പോൾ പിന്നെ പപ്പടം ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കാച്ചാൽ വിചാരിച്ചു. പിന്നെ ജ്യൂസുകളൊക്കെ എന്താണെന്നുള്ളത് ഒന്നും ആയിട്ടില്ല കേട്ടോ, ഒന്നുമില്ല. കാക്കു ഇപ്പോൾ കുട്ടികളെയും കൊണ്ട് കടയിലേക്ക് പോയിക്കാണ് കേട്ടോ. അപ്പോൾ പുട്ടിനില്ല തേങ്ങ നോക്കിയപ്പോഴാണ് തേങ്ങ കഴിഞ്ഞത്. അപ്പോൾ ഒന്ന് വേഗം പേടി പോയിട്ട് വരുമോ വെച്ചപ്പോൾ വേഗം കുട്ടികളെ കൂട്ടി പോയിക്കണം കേട്ടോ. കാക്ക എങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിലും ഒപ്പം പിന്നാലെ കൂടും. പിന്നെ വലിയ നിബന്ധനകളൊന്നും ഇല്ല കേട്ടോ ഇന്ന്, കാരണം ശാലും ഇല്ല തനും ഇല്ല, അവരെൻ്റെ വീട്ടിൽ പോയിക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂൾ പൂട്ടിയപ്പോൾ ശാലു പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ എന്ന് ഇറങ്ങാണ്ട് രണ്ടാളും പോയിക്കണം. ഇന്നെ വിളിച്ചതാണ് കേട്ടോ, അമ്മ കുറേ നോമ്പ് തുറക്കാൻ വരി എന്ന് ഇറങ്ങാണ്ട് ഇനി കാക്കുനി അപ്പോൾ കാക്കില്ല ഇനി പെരുന്നാൾക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ കാക്കുനെ ഒറ്റക്കാക്കിൻ്റെ ഞാൻ പോകണ്ടില്ല വിചാരിച്ച് ഞാൻ പോയിട്ടില്ല. ഓല് 2 ദിവസം പോയി നിന്ന് വരട്ടെ എന്ന് പറഞ്ഞ് ഓല് പറഞ്ഞയച്ചിട്ടോ. അപ്പോൾ പിന്നെ എണ്ണക്കടികളൊന്നും ഇപ്പോൾ സ്നാക്സ് ഒന്നും വേണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇനി കാക്കു പറഞ്ഞ് എനിക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. കാരണം എന്നാൽ എൻ്റെ നിന്ന് കൊണ്ടുവരുന്ന പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ബജ്ജി ഉണ്ടോ പോയി നോക്കാൻ പറഞ്ഞിനി. അപ്പോൾ എന്നാൽ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരും, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടോ. പിന്നെ ഉള്ളിവടി കൊക്കവടി ഒന്നും കാക്കുന്നു വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സമൂസേൻ്റെ ഷീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നാളെ ഞാൻ പോയി വാങ്ങണം. അപ്പോൾ ഇവിടെ അടുത്തുള്ള കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിക്കാണ്. എന്തൊക്കെ കൊണ്ടുവരാൻ ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം അതൊക്കെയാണ് കേട്ടോ. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഓക്കേ, അപ്പോൾ ആ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി മസാലയൊക്കെ ഞാൻ വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് തണുത്തതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ചൂടുണ്ട്, അപ്പോൾ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ അരക്കാതെയാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ. തേങ്ങ അരച്ച പോലെ ആകും നമ്മൾ മസാലയൊക്കെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ കേട്ടോ. അപ്പോൾ ഞാനിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെ പുട്ടിനൊക്കെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് തേങ്ങ ഇല്ലാത്തത് ഓർമ്മ വരുന്നത് കേട്ടോ. അപ്പോൾ വേഗം പറഞ്ഞയച്ചതാണ് കടയിലേക്ക്. അപ്പോൾ ഇന്ന് അല്ലെങ്കിൽ ലേറ്റ് ആയിട്ടാണ് എണീറ്റ്. ഞാനൊരു 3:30 ആയപ്പോൾ ഇങ്ങോട്ട് ചെന്ന് കിടന്ന കേട്ടോ. ഒരു അരമണിക്കൂർ ബാങ്ക് കൊടുക്കുമ്പോൾ എണീക്കാന്ന് വിചാരിച്ചിങ്ങനെ ഞാൻ കിടന്നതാ. അതിലറിയാതെ ഇങ്ങോട്ട് ഉറങ്ങിപ്പോയി ഞാൻ. പിന്നെ എണീക്കണേ 4:30 ആയപ്പോൾ കേട്ടോ. പിന്നെ വേഗം നീച്ച് ഇത് നിസ്കരിച്ചൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ 5 മണി ആയിക്കണേ. അപ്പോൾ എന്നാൽ വേഗം ഉണ്ടാക്കുക. 6:30 ആകുമ്പോഴത്തേന് റെഡി ആക്കണമല്ലോ. പിന്നെ പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വലിയ ഇതില്ല. എന്നാലും നമുക്ക് നേരത്തെ റെഡി ആക്കുകയാണെങ്കിൽ ഒരു സമാധാനമാണല്ലോ. അപ്പോൾ ഓടി പടിഞ്ഞിങ്ങനെ എടുക്കണ്ടല്ലോ. അപ്പോൾ വേഗം വന്നുകൊണ്ട് ഞാൻ ചിക്കനിലൊക്കെ ശരിയാക്കി പുട്ടിനൊക്കെ കുഴച്ച് വെച്ച് പുട്ടൊക്കെ ചുട്ട് വെക്കാൻ വിചാരിച്ച് നിന്നതാ. ഓല ഉറങ്ങിട്ടോ. ഞാൻ എണീറ്റപ്പോഴൊക്കെ കാക്കും കുട്ടികളും ഉറങ്ങിയിനി. അപ്പോൾ കാക്കുവിന് പിന്നെ ശാലും താനും പോയി ആകെ ഡെസ്പാവട്ടെ. പറഞ്ഞേക്കും ചെയ്യും. എന്നാൽ പോയിട്ട് വരുന്നൊക്കെ. പിന്നെ പോയി കഴിഞ്ഞാൽ മൂകത എന്നിട്ട് മുണ്ടൂല ഒന്നുമില്ല. ഞങ്ങൾ രണ്ടാൾ മാത്രമല്ലേ. ഞങ്ങൾ കുറേ ആക്കി സംസാരിച്ചു. ഓലുണ്ടേ ഓല് പിന്നാലെ നടന്ന് കച്ചറയും കൂടി ഭയങ്കരമാണ് കേട്ടോ. ശാലും താനും എപ്പോഴും ടോമാഞ്ചെറിയാണ് കേട്ടോ. അപ്പോൾ അത് തീർക്കാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ പറയാ വന്നിട്ട് ബോറടി അതില്ല എന്നൊക്കെ പറയട്ടോ. ഐഷു അമ്മയുണ്ട് കേട്ടോ. ഇടം വരം തിരിയാനേക്കാതെ ഓല് ഒപ്പം ഉണ്ടാവും കേട്ടോ. കാക്കു ഇപ്പോൾ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്തേക്ക് പോട്ടെ എന്ന് പറഞ്ഞാണ്ട് നിന്നപ്പോൾ ഇതിന് ഓല് ഡ്രസ്സ് മാറ്റി ഒരുങ്ങി പിന്നാലെ പോയി. എന്നാൽ ഓലയും കൊണ്ട് പോയിക്കോളി, സാധനം വാങ്ങാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. ഏതായാലും ഒക്കെ ആ സമയത്തിന് റെഡി ആവുമെന്ന് വിചാരിക്കണം കേട്ടോ. ഇൻഷാ അല്ലാ ഒക്കെ പെട്ടെന്ന് റെഡി ആക്കണം. ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. ഈ ഭയങ്കര വെയിലല്ലേ. അപ്പോൾ അതിൻ്റെ ക്ഷീണം നല്ലോണം ഉണ്ട്. ഏതായാലും അങ്ങനെ പോട്ടെ. ഏതായാലും നമുക്ക് ഇനിയിപ്പോൾ 10-14 ഉള്ളൂ കഴിഞ്ഞു നോമ്പും അതാക്കണേ. നമ്മളോട് വീട് പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ബദരീങ്ങളാണ്ടൊക്കെ വരുമല്ലോ. ഇവിടെ ഞങ്ങളെ പള്ളിക്ക് ഒരു തുറവയൊക്കെ ഉണ്ട് കേട്ടോ. ബദരീങ്ങളാണ്ടിനാണ് ഇവിടുത്തെ തുറവില്ലത്. അപ്പോൾ അന്നത്തെ വീടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ശാല് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ വൈകിട്ടൊന്ന് വരികയാണ് കേട്ടോ. ഞായറാഴ്ചയാണല്ലോ. അപ്പോൾ ഞായറാഴ്ച എന്നോട് കൊണ്ടുവരാൻ ചെല്ലുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന് ഒരു വരുന്നുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ശരിയാക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ടോ. അപ്പോൾ അതാക്കി നമ്മൾ തേങ്ങയൊക്കെ അരച്ചൊരു പോലെ ആവും, വറുത്തരച്ച പോലെ ആയിക്കാറ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ടുകൊണ്ട് ഒന്ന് ഒരു 3 വിസിലടിച്ചാണ്ട് വേവിച്ചെടുക്കുകയാണ്. ഞങ്ങൾ 2 ആളല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. കുട്ടികളുണ്ടാകുമ്പോഴാണ് തോനെ എല്ലതും വേണ്ടത്. ഞാനിതൊന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ. അടുത്തത് ഞാൻ ചോളാണ്ടി കൊണ്ട് കുറച്ച് തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. പേടിക്ക് പോയവരെ കാണാനില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ പുട്ടല്ലേ പെട്ടെന്ന് ആകുമല്ലോ എന്നുള്ളൊരു ധാരണയാണ്. പിന്നെ എന്തെങ്കിലും ജ്യൂസിന് കൊണ്ടുവരികയാണെങ്കിൽ അപ്പോൾ അടിക്കും ചെയ്യാം. ഞാൻ ഐസ് ക്യൂബൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ടെങ്കിൽ വേഗം ചെയ്യുകയും ചെയ്യാം വിചാരിച്ച സമയം. ഇപ്പോൾ 5:30 കഴിഞ്ഞു കേട്ടോ. ആൾക്കാരെ കാണാനില്ല. അപ്പോൾ അതിന് ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെക്കട്ടെ. പപ്പടമൊക്കെ കാച്ചി വെക്കാമല്ലോ. അതൊക്കെ ഞാൻ റെഡിയാക്കി വെക്കട്ടെ. ഇനി ജ്യൂസും ഒന്നുമില്ലെങ്കിൽ ചായക്കടിയെങ്കിലും കൂട്ടി നോമ്പ് തുറക്കാമല്ലോ. ഇനി ഇതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. ഇവരെ ശാലു താനൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു ഒച്ചയും വിളി അങ്ങനെ ഒന്നുമില്ല കേട്ടോ. വീട് ശൂന്യമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഓലെ എവിടെയാണാവും. മറ്റേത് ഇങ്ങനെ കച്ചറ കൂടിങ്ങാണ്ടുണ്ടാവും 2 ആളും. എന്നിപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഒരു ഒച്ചയും വിളി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു സുഖമല്ല. മക്കളില്ലേ നമുക്കൊരു സുഖം ഉണ്ടാവില്ല അല്ലേ.
നോക്കി ഗൈസ്, ഞാൻ തരിക്കഞ്ഞി ഒന്ന് തൂമിക്കാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നോക്കിയതാണ് കേട്ടോ. അതിൻ്റെ ബോട്ടിലാണ് ഈ കാണുന്നത്. ഞാൻ ഇന്നലെ വരെ ഇതിലുണ്ട് അതിൻ്റെ സാധനം കേട്ടോ, ഇന്ന് കാണാനില്ല. അപ്പം എനിക്കറിയാം ഇവിടെ തോനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പണി തീർക്കുന്നത്. അപ്പം ഞാൻ വേഗം എടുത്ത് പാത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ, ഷെൽഫിൽ കൊണ്ടുപോയി എടുത്ത് വെച്ചിരിക്കുകയാണ്. ആവശ്യത്തിന് മാത്രമേ ഞാൻ ഇവിടേക്ക് പുറത്തേക്ക് ഇറക്കലുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിന് സാധനം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കൊടുന്നിട്ടോ, അല്ലെങ്കിൽ അതും പണി തീർക്കട്ടോ, മക്കളും എല്ലാവരും കഴിക്കൂട്ടോ. അപ്പോൾ താടോ കുറച്ച് ഞാനിതിൽ ആക്കി പോന്നിട്ടുണ്ട്. ഇനി ഇത് നാളത്തേക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല കേട്ടോ. ഇത് എടുത്ത് കഴിഞ്ഞാൽ കണ്ടുപിടിച്ചതൊക്കെ പണി തീർക്കും. പൈസ അയിമി ഇപ്പോൾ പീടി പോയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധനം ഒന്നും കൊടുത്തിട്ടില്ല, ഓർക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തുങ്ങാണ്ട് ഇങ്ങോട്ട് കൊടുന്നിരിക്കുകയാണ്. അപ്പോൾ പിന്നെ രണ്ടാമത് കാക്ക് പോയിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു നേരെ ഇത് അങ്ങനെ പോകുന്നു, പുട്ടുണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ കൊണ്ടുവരാന്ന് പറഞ്ഞാണ്ട് വേഗം പോയിക്കണ്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഐമിസ് വന്നത് കേട്ടോ. പിന്നെ അത് ഓല് കണ്ടുപിടിച്ച് അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് എടുത്ത് കൊടുത്തിട്ട് കുറച്ചുപേർക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അങ്ങനെ കഴിക്കും. ഇനി ഞാൻ ഇതൊന്ന് തൂമിച്ചെടുക്കട്ടെ കേട്ടോ, നമ്മളെ തെരക്കഞ്ഞിയൊക്കെ ഒന്ന്. അപ്പം ഇനി അടുത്ത ഞാൻ പപ്പടം കച്ചാൻ പോകട്ടോ. പൊട്ട് ഇതുവരെ വെച്ചിട്ടില്ല, ഇപ്പം കൊടുത്തിട്ടുള്ളൂ കേട്ടോ. തേങ്ങ ഒരു വട്ടം പോയിക്കാണ്ട് മറന്നു പോകുന്നു, പിന്നെ രണ്ടാമത് പോയിട്ടാണ് ഇപ്പോൾ തേങ്ങ കൊടുത്തിട്ട്. അപ്പോൾ ഇത് ഞാൻ പപ്പടത്തിന് എണ്ണയൊക്കെ ചൂടാക്കാൻ വെച്ചിരുന്നു, അതൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ പപ്പടം വെച്ചിട്ട് അതിനെ പുട്ടാക്കാം. കാക്കോടെ ഇതാക്കണേ മാങ്ങാ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് സെറ്റാക്കാണ്. ബാബുമ്മ തട്ടോ ഐശുവിന്റെ ചുണ്ടും ഒരു മുറിയായിട്ട് ഒന്നും കഴിക്കാൻ. ഐമിയാ കാട്ടിയത്? അല്ലോ എന്റെ ഐശുവിനെ ഐമിയാണല്ലോ കാട്ടിയത്. ആണോ ഐമീസാണോ കാട്ടിയത്? നല്ല ജ്യൂസ് അടിയിലാണ് ആള്. അപ്പോൾ അതാ നമ്മളെ പുട്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയിലൊക്കെ ഞങ്ങളിവിടെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുട്ടും പപ്പടമൊക്കെ, ഇനി പപ്പടം കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി പുട്ട് മാത്രമേ ആവാനുള്ളൂ. അപ്പോൾ ബാക്കിയിലൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് പിന്നെ സ്നാക്സ് ഒന്നും ഇല്ല, അപ്പോൾ പെട്ടെന്ന് പടി കഴിഞ്ഞിരിക്കണേ. എടാ കാശുവാ. അപ്പം ഇന്ന് ഇതന്നെ ഉള്ളൂ കേട്ടോ വിഭവങ്ങൾ. ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ സ്നാക്സ് ഒന്നും മജുമുളകിന് പോയിട്ട് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ വേറെ ഒന്നും വാങ്ങിയിട്ടില്ല, ഞാൻ ഒക്കെ നാളെ വാങ്ങാൻ പറഞ്ഞാണ്ട്. അപ്പൊ ദാട്ടോ ഐശു ഐമിയൊക്കെ നോമ്പ് തുറക്കാൻ ഇവിടെ റെഡി ആയിരിക്കാണ്. ഐശു കേട്ടോ. ഞങ്ങൾ ഇനി ചായ എടുക്കാൻ പോവുക. എല്ലാവരും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാ. ആരും ഇല്ലല്ലോ, ഞങ്ങൾ എന്നെ ഉള്ളേ ഉള്ളൂ. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശാലും തല്ലില്ലാത്തതുകൊണ്ട് ജാതി ഇടങ്ങാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കാക്കു. ഐമിസ് ഇവിടെ ഇരുന്ന ഐമിക്കുട്ടി ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിക്ക് അവിടേക്ക് ആയിക്കൂടെ പോവണ്ടേ? നല്ല കുട്ടി അങ്ങോട്ട് ഇരിക്കും. ഐസുവിന് പുട്ട് പഠിച്ചോനെ അത്രയൊക്കെ പുട്ട് തിന്നോ? പപ്പടം പപ്പടം ചിക്കനും മിക്സ് ചെയ്ത് പുട്ട് പുട്ടുണ്ട് അവിടെ. ഞങ്ങളിനി ചായ കുടിക്കട്ടെ കേട്ടോ. ഞാൻ കുറച്ച് കറി ഒഴിക്കട്ടെ ഗൈസ്. അപ്പം ഞങ്ങൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി ഞാൻ കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കണില്ല കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പം ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്ക് ബൈ ബൈ പറഞ്ഞ ഐമിസ് പറഞ്ഞ ബൈ ബൈ. ഐഷുമോൾ പറഞ്ഞ ബൈ 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 ബൈ.